ഈ ഒരു ടീച്ചിങ് ഓഫ് മോഡൽ എന്നുള്ള ഒരു യൂണിറ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ ബേസിക് മെയിൻ ആയിട്ടുള്ള 2 ടൈപ്സ് ഇവിടെ വരുന്നുള്ളൂ. അത് ഏതൊക്കെയാണ്? ഒന്ന് ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നു, 2 മോഡൽസിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 ഭാഗങ്ങളെ നിങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുകയാണെങ്കിൽ മോഡൽസ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് പറയുകയും ഫണ്ടമെൻ്റൽസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും എന്നിട്ട് മാസ്റ്ററി മോഡലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്താൽ എസ്സേ നിങ്ങൾക്ക് ധാരാളമായിട്ട് എഴുതാനുണ്ടാവും. ഇനി ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈപ്സിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷൻസ് ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കണം. നിർബന്ധമായിട്ടും ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ജനറൽ ക്ലാസിഫിക്കേഷൻസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പേജ് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇവാലുവേറ്റ് ചെയ്യുന്ന അധ്യാപകൻ അത് എന്ത് മനസ്സിലാക്കണം കൂടുകയും ഈ കുട്ടി ആ യൂണിറ്റിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ഒരു ഓറിയൻറ്റേഷൻ ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ടൈപ്സിൻ്റെ ബേസിക് ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏതൊക്കെയാണ് ബേസിക് ക്ലാസിഫിക്കേഷൻ? മോഡൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ബേസിക് 3 ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? അത് 1 ഫിലോസഫിക്കൽ മോഡൽ എന്ന് പറയും, 2 സൈക്കോളജിക്കൽ മോഡൽ, 3 മോഡേൺ ടീച്ചിങ് മോഡൽ. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് മോഡലുകളാണ് ബേസിക്കായിട്ട് ജനറലായിട്ട് മോഡൽസ് ഓഫ് ടീച്ചിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ പറയുക. 1 ഫിലോസഫിക്കൽ മോഡലാണ്, 2 സൈക്കോളജിക്കൽ മോഡലാണ്, 3 മോഡേൺ ടീച്ചിങ് മോഡലാണ്. ഇനി ഇവയിൽ ഏതിൻ്റെ അണ്ടറിലാണ് നമ്മളോട് ചോദ്യം ചോദിച്ചത് അതിനെ വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ. അപ്പോൾ രണ്ടാമത്തെ ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബേസിക് ക്ലാസിഫിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ മോഡലാണ്, സൈക്കോളജിക്കൽ മോഡലാണ്, മോഡേൺ ടീച്ചിങ് മോഡലാണ്. ഇതിന് സബ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിനെ എടുത്തുകൊണ്ടായിരിക്കും നമ്മളോട് ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുക. അപ്പോൾ ഈ ബേസിക് മോഡൽ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ചോദ്യം, അതായത് 2 പാർട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 1 എലമെൻറ്റ്സ് ആണ്, 2 പിന്നെ ടൈപ്സ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്ന ആൻസർ എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ്. ഏതൊരു എസ്സേ എഴുതുകയാണെങ്കിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 3 സ്ട്രക്ചർ അതിലുണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എസ്സേ എഴുതുമ്പോൾ 3 സ്ട്രക്ചർ. ഇനിയിപ്പോൾ ഷോർട്ട് ആൻസർ എഴുതുകയാണെങ്കിലും അതിൽ 3 സ്ട്രക്ചർ ഉണ്ടാവണം. ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിൻ്റെ ബോഡി ഓഫ് ദി ആൻസർ ആണ്. അതായത് എന്താണോ ചോദ്യം ചോദിച്ചത് ആ ചോദ്യത്തിൻ്റെ മെയിൻ ഭാഗമാണ്. അതാണ് ഒരു 80% വരിക. ഒരു 10% ഇൻട്രൊഡക്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു 15% ഇൻട്രൊഡക്ഷൻ വന്നു, 5% കൺക്ലൂഷനും വന്നു. അങ്ങനെ 3 ഭാഗങ്ങളായി കൊണ്ടുവേണം നിങ്ങൾ ഓരോ എസ്സേയും എഴുതേണ്ടത്. ആ 5 എസ്സേ എഴുതുമ്പോഴും ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സിൻ്റെ എസ്സേ നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ എന്താണ് മോഡൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് പോയിൻറ്റ്സുകൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ ഇൻട്രൊഡക്ഷൻ്റെ അണ്ടറിൽ തന്നെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുക. ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇവ ഓരോന്നും എടുത്തിട്ട് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ കൂടി വരുമ്പോൾ നിങ്ങൾക്ക് 6 പേജ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് 6 പേജ് അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. പേജ് തികയാത്ത പ്രശ്നങ്ങളൊന്നും വരില്ല. റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡ് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളൊരു പ്ലാനിങ് നിർബന്ധമാണ്. 3 മണിക്കൂർ ടൈം നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്നും പഠിക്കാത്ത കുട്ടികൾ പോലും, കുറച്ച് അത്യാവശ്യം ലാംഗ്വേജ് ഉള്ളവർ പോലും പേജസ് 40 പേജ് എഴുതിയിട്ട് പാസ്സായി വരുന്നവരുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ 3 മണിക്കൂർ എക്സാം ടൈം എങ്ങനെ അവർ ഉപയോഗിക്കാൻ കഴിയുമെന്ന് പഠിച്ചതുകൊണ്ട് മാത്രമാണ്. 3 മണിക്കൂർ നമുക്ക് കിട്ടുന്ന സമയം അത് എങ്ങനെ ഉപയോഗിക്കാൻ പഠിച്ചു, അത് എങ്ങനെ എഴുതണം, അത് എങ്ങനെ ഡിവൈഡ് ചെയ്തു, എങ്ങനെ ടൈം കോൺട്രിബ്യൂട്ട് ചെയ്തു, എത്ര ക്വസ്റ്റ്യൻസിന് എത്ര പേജുകളാണ്, എത്ര ആൻസേഴ്സ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു പ്ലാനിങ് ആ കുട്ടിക്കുള്ളത് കൊണ്ടാണ് അത്യാവശ്യം ഒരു ബിലോ ഒരു 20-30% ഒക്കെ പഠിച്ചു പോയിട്ടുള്ള കുട്ടികൾ എഴുതി നല്ല മാർക്കോട് കൂടി പാസ്സാകുന്നതായിട്ടൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ 3 മണിക്കൂർ ഉപയോഗിക്കാൻ നിങ്ങൾ ആദ്യമേ തന്നെ പ്ലാനിങ് തയ്യാറാക്കണം. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഫോക്കസ് എന്നുള്ളതാണ്. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചിങ്ങിൻ്റെ മോഡലാണല്ലോ പറയുന്നത്. അപ്പോൾ എന്തൊരു ക്ലാസ്സാണോ നിങ്ങൾ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ അതിൻ്റെ ഫോക്കസ്, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് കറക്റ്റ് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. അതായത് സെൻട്രൽ ആസ്പെക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ആ കുട്ടിക്ക് ബോധ്യം വരണം. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് 4th യൂണിറ്റും 5th യൂണിറ്റുമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതിൽ 4th യൂണിറ്റിൽ വരുന്ന കണ്ടൻറ്റുകൾ ഇങ്ങനെയൊക്കെയാണ്, അത് ഇന്നതൊക്കെയാണ്, ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ഫോക്കസ് അല്ലെങ്കിൽ സെൻട്രൽ ആസ്പെക്റ്റ് എന്താണെന്ന് കുട്ടികൾക്ക് ബോധ്യമുണ്ടാവണം. 2 സിൻടാക്സ് എന്നുള്ളതാണ്. ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി മോഡൽ ഇൻ ദി ആക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ഈ മോഡൽ, അതായത് എടുക്കുന്ന മോഡൽ നമ്മൾ എങ്ങനെയാണോ ക്ലാസ് എടുക്കാൻ പോകുന്നത് ആ മോഡൽ എങ്ങനെയാണ് നമ്മളത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത്, അതിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്തു വെക്കണം എന്നുള്ളതാണ്.
ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് തീരുന്നത് വരെ ഓരോന്നിൻ്റെയും അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയോട് കൂടി തന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് എന്തുണ്ട്, ആ ഒരു ഡിസ്ക്രിപ്ഷൻ എനിക്കുണ്ട്. ഓരോ ഈച്ച് ആൻഡ് എവരി പോയിന്റിലും എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അത് തന്നെയാണ് സിൻടാക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്ന എലമെൻസിൽ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്നുള്ളതാണ്. അപ്രോപ്രിയേറ്റ് ആൻഡ് സെലക്റ്റീവ് റിയാക്ഷൻസ് നമ്മൾ കൊടുക്കാൻ കഴിയണം. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, കുട്ടികളുടെ ഭാഗത്തു നിന്ന് റിയാക്ഷൻസ് വരുന്നത്, നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് റിയാക്ഷൻ ആയിരിക്കണം കിട്ടേണ്ടത്, അത് ആ കിട്ടേണ്ട റിയാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം ചോദ്യം ചോദിക്കേണ്ടത്. അല്ലാതെ നമ്മൾ വാരി വലിച്ച ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എന്താണോ നമ്മൾക്ക് കുട്ടികളിൽ നിന്നും റിയാക്ഷൻ കിട്ടേണ്ടത്, ആ റിയാക്ഷൻ കറക്റ്റായിട്ട് വരത്തക്ക രീതിയിലുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് റിയാക്ഷൻ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് അപ്രോപ്രിയേറ്റ് ആൻഡ് സെലക്റ്റീവ് റിയാക്ഷൻസ് ആയിരിക്കണം. ദെൻ സോഷ്യൽ സിസ്റ്റം ഡിഫർ ഫ്രം ഈച്ച് അതർ. അതായത് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന കുട്ടികളിൽ, നിങ്ങളിപ്പോൾ ഒരു 10, 18, 25ഓളം കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾ 25 പേരിലും ഡിഫറെൻറ്റ് ഒരു കൾച്ചർ, ഡിഫറെൻറ്റ് ഫോം ഓഫ് രീതി ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഡിഫറെൻറ്റ് IQ, ഡിഫറെൻറ്റ് EQ, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി, ഡിഫറെൻറ്റ് കൾച്ചർ, അങ്ങനെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ഡിഫറൻഷ്യാലിറ്റി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സൈക്കോളജി ഡിഫറൻസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ള ഒരു ഏരിയ തന്നെ നമുക്ക് എടുത്ത് പഠിക്കാനുണ്ട്. കേട്ടിട്ടിലൊക്കെ നിങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പഠിച്ചാൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കൂടി, ആ ഒരു സോഷ്യൽ സിസ്റ്റത്തെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതായത് ഒരു ക്ലാസ് റൂമിൽ 60 കുട്ടികളുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ സപ്പോർട്ട് സിസ്റ്റം, അഡീഷണൽ റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നു അല്ലേ, അതിൽ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെൻറ്റ്സ്, ഇപ്പം ഓൺലൈൻ ക്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ എനിക്കൊരു പെന്നും നോട്ട് പാഡും കാര്യങ്ങളും വേണം, എനിക്ക് PPT കാര്യങ്ങൾ വേണം, അതേപോലെ തന്നെ ക്യാമറ വേണം, മൈക്ക് വേണം, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. അതേപോലെ തന്നെ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ചാർട്ടുകൾ വേണം, ടീച്ചിങ് എയ്ഡുകൾ വേണം, വർക്കിംഗ് മോഡലുകൾ, നോൺ വർക്കിംഗ് മോഡലുകൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടുകൾ, അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് കാര്യമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റെന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടോ, ആ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അഡീഷണൽ റിക്വയർമെൻറ്റ്സ് എല്ലാം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് ലാസ്റ്റ് വണ്ണാണ് എന്തെന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്നു അല്ലേ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താണ്, ഷോർട്ട് ലെസൺ ആണ്, ഷോർട്ടാണ്, വളരെ ഷോർട്ടാക്കിക്കൊണ്ടാണ് ഞാനിവിടെ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അതല്ലെങ്കിൽ ലാർജ് ലെസൺ തന്നെ നിങ്ങൾക്ക് തരാം. നമുക്കിപ്പം ഒരു 6 മാസം ഫുൾ ടൈം ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾക്കത് ലാർജ് ലെസൺ ആയിട്ടൊക്കെ തരാൻ പറ്റും. അതല്ലെങ്കിൽ ഫുൾ ടൈം ഓഫ്ലൈനിൽ വന്ന് ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാർജ് ലെസൺസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെയിൻലി ഷോർട്ട് ലെസൺസ് ആയിരിക്കും തരിക. അതുകൂടാതെ തന്നെ കുറച്ച് ചെറിയ ഏരിയകൾ ബോത്ത്, അതായത് ലാർജ് ലെസൺസും തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ സംഭവം എങ്ങനെയാണെന്ന് നമ്മളതിന് വ്യക്തമായ ധാരണ വേണം. കാരണം എന്താ, നിങ്ങളെല്ലാവരും വർക്കിംഗ് പേഴ്സൺസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലാർജ് ലെസൺസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒരു 90-95% കുട്ടികൾക്കും ലാർജ് ലെസൺസ് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ വീട്ടിലുള്ള കാര്യങ്ങളുണ്ടാവും, അതല്ലെങ്കിൽ ജോലി കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഒരു 50-50 റേഞ്ചിൽ നിൽക്കുന്നവരായിരിക്കും. 50% എൻഗേജ്ഡ് ആണ്, 50% മാത്രമേ അക്കാദമികപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ലെസൺസും ബാക്കി നിങ്ങൾക്ക് അതിനുള്ള കാലിബറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു തരത്തിലാണ്. അതായത് കുറച്ച് എക്സ്പീരിയൻസ്ഡാണ്, ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ലെസൺസ് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ കുട്ടികളുടെ കാലിബർ നോക്കിയിട്ട് നമുക്ക് ഷോർട്ട് ലെസൺസ് ആണ് കൊടുക്കേണ്ടത്, ലാർജ് ലെസൺസ് ആണ് കൊടുക്കേണ്ടത്, ഇതല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ നോക്കണം. അപ്പോൾ ഇതാണ് ബേസിക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതൊക്കെയാണ്? 1 ഫോക്കസ് എന്നുള്ളതാണ്, 2 സിൻടാക്സ് എന്നുള്ളതാണ്, 3 പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്നുള്ളതാണ്, 4 സോഷ്യൽ സിസ്റ്റം, 5 സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ഇത് തന്നെ ഓരോ മോഡലും ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന ഓരോ ടൈപ്സ് ഓഫ് ടീച്ചിങ് മോഡലിൻ്റെ എല്ലാത്തിലും ഈ എലമെൻസുകൾ കടന്നു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഏതെങ്കിലും ഒരു മോഡലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ എലമെൻസിനെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുക. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഏത് മോഡലാണോ നിങ്ങളോട് ചോദിക്കുന്നത് ആ മോഡൽ എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ്റെ താഴത്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന മോഡലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ആദ്യം കോട്ട് ചെയ്യുകയും, രണ്ടാമത് നിങ്ങൾ ആ മോഡൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും, മൂന്നാമത് ഈ ഓരോ എലമെൻസിനെ എടുത്തിട്ട് ആ മോഡലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്.